ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു സ്റ്റഡി വ്ലോഗാണ് കേട്ടോ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഒരു ടു ഡു ലിസ്റ്റ് തയ്യാറാക്കി. അപ്പോൾ അതിൽ ക്ലോക്ക് എന്ന് പറയുന്ന മാത്സിൻ്റെ സെക്ഷൻ, പിന്നെ ഡയറക്ഷൻ എന്ന് പറയുന്നത് മാത്സിലെ ഈ മാത്സിൻ്റെ ഈ രണ്ട് സെക്ഷനാണ് കേട്ടോ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ കറണ്ട് അഫയേഴ്സിലെ ഒരു 20 ക്വസ്റ്റ്യൻസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ മലയാളം, അതൊരു പദശുദ്ധി എന്ന് പറയുന്ന ഭാഗം മാത്രമാണ് കേട്ടോ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് ഞാൻ 2-3 മണിക്കൂർ ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളൂ, കാരണം എനിക്ക് അത്രയും ടൈം കിട്ടുള്ളൂ. അപ്പോൾ ആ ടൈമിനുള്ളിൽ ഇത്രയും തീർക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നടക്കുമെന്നറിയില്ല. അപ്പോൾ എന്തായാലും ആദ്യം തന്നെ കറണ്ട് അഫയേഴ്സ് ആണ് കേട്ടോ പഠിച്ചത്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് പഠിക്കാനായിട്ട് ഞാൻ ടെലിഗ്രാം ചാനലിലെ ലക്ഷ്യ കേരള എന്ന് പറയുന്ന ടെലിഗ്രാം ചാനലിലാണ് കേട്ടോ പഠിച്ചത്. അപ്പോൾ ലക്ഷ്യ കേരള എന്ന് പറയുന്ന ടെലിഗ്രാം ചാനലിൽ അടുത്തിടെ ഇട്ടിട്ടുള്ളൊരു ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു PDF വായിച്ചു കേട്ടോ. ആ PDF വായിച്ചിട്ട് അതിനനുസരിച്ചിട്ടുള്ള പോൾസ് ചെയ്യണം. അപ്പോൾ എത്രത്തോളം കാര്യങ്ങൾ എൻ്റെ ഓർമ്മയിൽ ഉണ്ടാകും എന്നുള്ള ഒരു ഇതും കൂടിയാണ്. PDF വായിച്ച ശേഷം പോൾസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. നമുക്ക് വായിച്ചിട്ട് ഇതിനകത്ത് കറക്റ്റ് ആവുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. ലക്ഷ്യം എല്ലാ ദിവസവും ഈ കറണ്ട് അഫയേഴ്സിൻ്റെ PDF അവരുടെ ടെലിഗ്രാം ചാനലിൽ നൽകുന്നുണ്ട് കേട്ടോ. നമുക്കറിയാം, നമ്മുടെ ഡിഗ്രി ഫിലിംസിൻ്റെ എക്സാമൊക്കെ ഇനി 50 ദിവസമൊക്കെ കഷ്ടിച്ചുണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യത്തെ സ്റ്റേജിൽ തന്നെ ഉണ്ടാവുമെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ ആദ്യം ആ ഒരു ഫിഫ വേൾഡ് കപ്പിനെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടു. അതൊക്കെ കറണ്ട് അഫയേഴ്സിൽ ഉണ്ടായതാണ്. അപ്പം അതിനെപ്പറ്റി പുതുതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഗൂഗിളിൽ നോക്കിയിട്ട് എഴുതി വെച്ചു. പിന്നെ മാത്സിൻ്റെ കുറച്ച് നോട്ട് എഴുതി കേട്ടോ. അത് ലക്ഷ്യയുടെ തന്നെ യൂട്യൂബ് ചാനലിൽ ഉണ്ടല്ലോ, ഒരു മാത്സിൻ്റെ ക്ലാസ് കണ്ടിരുന്നു. അപ്പോൾ എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നി. അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നോട്ടിൽ എഴുതി വെച്ചു. പിന്നെ മാത്സ് പഠിക്കുന്നത് റാങ്ക് ഫയലിൽ നോക്കിയിട്ടാണ് കേട്ടോ. പോക്ക് എന്ന് പറയുന്ന സെക്ഷനാണ്. അപ്പോൾ അതിൻ്റെ റാങ്ക് ഫയൽ നോക്കിയിട്ട് ക്ലോക്കിലെ ഏറ്റവും ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വെച്ച് ചെയ്ത് നോക്കി പോവുകയാണ് കേട്ടോ. അറിയാം, ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻസ് ആകുമ്പോൾ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. എന്നാലും നമുക്ക് ബേസിൻ്റെ കാര്യങ്ങൾ നമ്മൾ നോക്കാതെ നമുക്ക് അഡ്വാൻസ്ഡിലേക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് മുന്നേ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഏതോ ഒരു വീഡിയോയിൽ അടിയിൽ കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് നമുക്ക് ഒരു ബേസും ഇല്ല, നമുക്ക് സബ്ജക്റ്റിനെ പറ്റി യാതൊന്നും അറിയാതെ നമുക്ക് എങ്ങനെ PYQ നോക്കിയിട്ടുണ്ടെങ്കിൽ കിട്ടുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെ കിട്ടില്ലെന്നാണ് കേട്ടോ എനിക്ക് പറയാനുള്ളത്. കാരണം ഇനി നമുക്ക് ആ സബ്ജക്റ്റിനെ പറ്റി യാതൊന്നും അറിയില്ല, ഒരു ബേസും ഇല്ലാതെ നമുക്ക് ആ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ടെങ്കിൽ കാണാതെ പഠിക്കാമെന്നല്ലാതെ നമുക്കത് മനസ്സിലാവാൻ വഴിയില്ല. അപ്പോൾ നമുക്കത് അറിയാമെന്നെങ്കിൽ മാത്രമേ നമുക്കതിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ഡിഗ്രി ലെവൽ എക്സാംസ് ആണെങ്കിൽ പോലും നമ്മൾ ഏറ്റവും ബേസിൽ നിന്ന് തന്നെ പഠിച്ചു പോകണം. കാരണം നമുക്കറിയാം, ഡിഗ്രി ലെവൽ എക്സാംസിനാകുമ്പോൾ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കുള്ളൂ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും ബേസിൽ നിന്ന് തന്നെ ഏറ്റവും ഹയർ ക്വസ്റ്റ്യൻസിലേക്ക് പോകണം. അപ്പോൾ ഞാൻ ആദ്യം റാങ്ക് ഫയൽ വെച്ചിട്ടാണ് പഠിക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞ ശേഷം വേണം എനിക്ക് PYQs ഒക്കെ നോക്കാനായിട്ട്. അല്ലാതെ ഇപ്പോൾ ഒരു ഡിഗ്രി ലെവലിൻ്റെ PYQs നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ക്ലോക്ക് ആണെങ്കിലും ശരി, ഏത് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ശരി, നമ്മൾ ബേസ് ഇല്ലാതെ നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല. പിന്നെ മലയാളത്തിനകത്ത് പദശുദ്ധിയാണ് കേട്ടോ നോക്കുന്നത്. പദശുദ്ധി എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് നോക്കുന്നത്. അപ്പോൾ റാങ്ക് ഫയലിലാണെങ്കിൽ മലയാളം കുറച്ചുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനത് 2-3 വട്ടം എഴുതി പഠിക്കാമെന്ന് വിചാരിച്ചു. അതായത് ഒരുപാട് വട്ടമൊന്നും എഴുതി പഠിക്കാൻ പറ്റില്ല. പിന്നെ കുറേ പദങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി പരിചയം ഉണ്ടാവും. അപ്പോൾ പരിചയം ഇല്ലാത്തതൊക്കെയാണ് കൂടുതലും ഞാൻ എഴുതി പഠിച്ചത് കേട്ടോ. അപ്പോൾ ഈ മലയാളത്തിൻ്റെ പറയുകയാണെങ്കിൽ മലയാളം റാങ്ക് ഫയലിൽ വളരെ കുറച്ചുള്ളൂ കേട്ടോ. വ്യാകരണമൊന്നുമില്ല. അപ്പോൾ ഇത് ഡിഗ്രി ലെവൽ റാങ്ക് ഫയലാണ്, എന്നാലും അതിനകത്ത് വ്യാകരണമൊന്നുമില്ല. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ പറയുന്ന വ്യാകരണവും ഗ്രാമർ സംഭവങ്ങളൊക്കെ വന്നേക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ഇനി എന്തെങ്കിലും യൂട്യൂബിൽ നിന്നോ അല്ലെങ്കിൽ ടെലിഗ്രാമിൽ നിന്നോ ഒക്കെ പ്രത്യേകം നോക്കി പഠിക്കണം എന്നുണ്ട്. എന്തായാലും റാങ്ക് ഫയലുള്ളത് കംപ്ലീറ്റ് ആയിട്ട് വേണം എനിക്കിനി മലയാളത്തിൻ്റെ ആ കാര്യങ്ങൾ നോക്കാനായിട്ട്. ഞാൻ പല ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുണ്ട് അങ്ങനെ ചോദിക്കുന്നത്. അത് നിങ്ങളുടെ സിലബസിൽ ഇല്ലെങ്കിൽ പോലും കണ്ടിട്ടുണ്ട്. അതുപോലെ വേറെ ഇപ്പോൾ 10th ലെവൽ എക്സാംസുകൾക്കാണെങ്കിലും അങ്ങനെ ചോദിക്കും. അപ്പോൾ എന്തായാലും മലയാളത്തിൻ്റെ ആ കാര്യങ്ങളും കൂടി പഠിച്ചിരിക്കണമല്ലോ. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഡിഗ്രി ലെവൽ എക്സാംസിന് ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ. അത് എങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കഴിയാൻ നമുക്ക് യാതൊരു ഐഡിയ ഇല്ല. എന്നിരുന്നാലും നമ്മളെ കൊണ്ട് പറ്റാവുന്ന നമ്മുടെ ബെസ്റ്റ് തന്നെ ചെയ്യാന്നുള്ളതാണ് ഉള്ളത്. പിന്നെ നമുക്കറിയാം, ഇപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ ആർക്കൊക്കെ എക്സാം ഉണ്ടാവും എന്ന് അറിയണമെങ്കിൽ അത് April 18 തന്നെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഹോൾ ടിക്കറ്റ് വരുമ്പോൾ അത്ര അറിയാൻ പറ്റുള്ളൂ നമുക്ക് ആർക്കൊക്കെ ഉണ്ട് ഈ ഫസ്റ്റ് സ്റ്റേജ് എക്സാം. അപ്പം എല്ലാവരും ഈ ഫസ്റ്റ് സ്റ്റേജ് കിട്ടല്ലേ. അടുത്ത സ്റ്റേജ് ആണെങ്കിൽ ജൂലൈ അങ്ങനെയൊക്കെ കിട്ടിയാൽ മതിയെന്നായിരിക്കുമല്ലോ ആഗ്രഹം. എൻ്റെ ആഗ്രഹം അത് തന്നെയാണ് കേട്ടോ. കാരണം പഠിച്ച് കഴിയുമെന്ന് അറിയില്ല, ഫസ്റ്റ് സ്റ്റേജ് കിട്ടണ്ടെന്ന് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ എന്നാലും നമുക്ക് അഡ്മിഷൻ ടിക്കറ്റ് വരുമ്പോൾ മാത്രമേ അറിയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ മലയാളം കുറച്ചിങ്ങനെ എഴുതി പഠിച്ചു. മലയാളവും ഇംഗ്ലീഷൊക്കെ നമുക്ക് കൂടുതലും PYQs ചെയ്തിട്ടുണ്ടെങ്കിൽ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും കേട്ടോ വരുന്നത്. ഇന്നത്തെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലോക്ക് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞു. കറണ്ട് അഫയേഴ്സ് പറ്റി
അതേപോലെ തന്നെ മലയാളവും കഴിഞ്ഞു. ഡയറക്ഷൻ എന്ന് പറഞ്ഞ സെക്ഷൻ എനിക്ക് തൊടാൻ പറ്റിയില്ല കേട്ടോ, എനിക്ക് ടൈം ഉണ്ടായിരുന്നില്ല. അപ്പോൾ പദശുദ്ധി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഴുവൻ റാങ്ക് ഫയലിൽ കംപ്ലീറ്റ് ചെയ്തില്ല കേട്ടോ, 2 പേജാണ് കേട്ടോ പഠിക്കാൻ കഴിഞ്ഞത്. മുഴുവൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓർമ്മയിൽ നിൽക്കില്ല, അതുകൊണ്ട് തന്നെ 2 പേജ് വെച്ചിട്ടാണ് പഠിച്ചു പോകുന്നത്. 2 പേജാണ് പഠിച്ചത്. അതേപോലെ തന്നെ കറണ്ട് അഫയേഴ്സിൻ്റെ മറ്റേ ഫിഫ വേൾഡ് കപ്പ് എന്നുള്ള ഭാഗം മാത്രം എഴുതി വെച്ചു. പിന്നെ ലക്ഷ്യയുടെ ക്ലാസ് കേട്ടിട്ടുള്ളത് മാത്രം മാക്സിമം എഴുതി വെച്ചു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.